കാണുന്നത്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ എനിക്ക് പറയാനുള്ളത്, നാം ഈ പറയുന്ന കാപട്യം, കപട പ്രണയമെന്നോ അല്ലെങ്കിൽ ഈ തീവ്രവാദത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭീകരവാദത്തിന് വേണ്ടി അതിന്റെ ലോജിസ്റ്റിക്കിന്റെ ഭാഗമായിട്ട് പ്രണയം ഭാവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നാം ആദ്യമായിട്ട് പോർമുഖം തുറക്കേണ്ടത് പുരുഷ മേധാവിത്വ മൂല്യങ്ങൾക്കെതിരെയാണ്. ഏത് ജിഹാദിസ്റ്റ് കാമുകൻ വന്നാലും പ്രേമിക്കാം, കല്യാണം കഴിക്കാം, പക്ഷേ മതം മാറാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുവാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് സാധിക്കണമെങ്കിൽ അവർ പിതൃമേധാവിത്വപരമായ മൂല്യങ്ങളുടെ തടവറയിൽ നിന്ന് മോചിപ്പിക്കപ്പെടണം. ശ്രീ ഹമീദ്, തിരിച്ചു വരാം. ശ്രീ ദാവൂദ് ജമായത്തെ പ്രതിനിധിയാണ്. ഇവിടെ പറഞ്ഞനുസരിച്ച് ഈ പുരുഷ മേധാവിത്വത്തിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പറയും. സാമ്പത്തിക സഹായത്തിനേക്കാൾ ഉപരി ഒരു മതപരിവർത്തനത്തിലാണ് ഇത് കേന്ദ്രീകരിച്ചിട്ട് നിൽക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മൾ വെറുതെ അന്തരീക്ഷത്തിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നതിന് പിന്നിൽ ഒരു ക്യാൻവാസ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ 4000-ഓളം പെൺകുട്ടികളെ ഇസ്ലാമിക തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി പ്രണയിച്ച് ലൈംഗിക വൈകൃതങ്ങൾക്ക് വിധേയമാക്കി മതം മാറ്റി തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പണിക്ക് വേണ്ടിയിട്ട് ദ സോക്കോൾഡ് കാമുകന്മാർക്ക് 1 ലക്ഷം രൂപ കൊടുക്കുന്നു, ബൈക്ക് കൊടുക്കുന്നു, മൊബൈൽ ഫോൺ കൊടുക്കുന്നു. ഇതൊരു പ്രസ്ഥാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചില ആളുകളെ പാകിസ്ഥാനിൽ കൊണ്ടുപോയി വിറ്റു എന്നുവരെയുള്ള പ്രസ്താവനകൾ, പ്രചാരണങ്ങൾ, പത്രസമ്മേളനങ്ങൾ, പത്രപരമ്പരകൾ കേരളത്തിൽ വന്നു. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഉത്തരവാദപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ് പത്രക്കാരെ വിളിച്ചു വരുത്തി പറയുന്നത്, നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു കുട്ടിയെ ഇങ്ങനെ കൊണ്ടുപോയി പാകിസ്ഥാനിൽ വിറ്റു. ഈ സ്വഭാവത്തിൽ വ്യാപകമായ പ്രചാരണം നടക്കുകയാണ്. ചുമ്മാ ഇവരും പറയുകയല്ല, ഉത്തരവാദപ്പെട്ട ആളുകൾ, മലയാള മനോരമയെ പോലുള്ള ദീർഘകാലത്തെ പാരമ്പര്യമുള്ള പത്രങ്ങൾ ഇങ്ങനെ 4000-ഓളം കുട്ടികളെ നമ്മളുടെ നാട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന ഈ പ്രചാരണം, ഇതാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയം. നമ്മളുടെ പോലുള്ള ഒരു സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രചാരണം നടത്തുമ്പോൾ എല്ലാവരും ചേർന്ന്, മാധ്യമങ്ങളും വലതുപക്ഷ സംഘടനകളും സമുദായ സംഘടനകളും ചേർന്ന് ഇത്തരമൊരു പ്രചാരണം നടത്തുമ്പോൾ അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അതിന്റെ ഇമ്പാക്റ്റ് എന്താണ്, അതിന്റെ പ്രശ്നങ്ങൾ എന്താണ് എന്നതാണ് നമ്മൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ടത്. തീർച്ചയായും ഹമീദ് മാഷ് സൂചിപ്പിച്ച പുരുഷ മേധാവിത്വപരമായ ഘടകങ്ങൾ എല്ലാ പ്രണയങ്ങളിലും ഉണ്ട്. അത് ഏറ്റവും പുരോഗമന ആശയക്കാരൻ പോലും പ്രണയിക്കുമ്പോൾ തന്റെ കാഴ്ചപ്പാടിലേക്ക് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് സ്ത്രീകൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഞാൻ എന്ത് ചെയ്യും, മതത്തിൽ ചേരണോ, അല്ലെ മതമില്ലാതെ നിൽക്കണോ, അല്ലെ എന്റെ നേരത്തെയുള്ള മതത്തിൽ തന്നെ തുടരണോ, ഇങ്ങനെയൊക്കെയുള്ളത് സ്ത്രീകൾ എടുക്കേണ്ട ഒരു തീരുമാനം. തീർച്ചയായും അത് പ്രസക്തമാണ്. പക്ഷെ നമ്മളുടെ ഈ ക്യാൻവാസ് മറന്നുകൊണ്ട് നമുക്ക് ഈ ചർച്ചയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇത്രയും രൂക്ഷമായ ഒരു പ്രചാരണം കേരളത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇത് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് നമ്മുടെ